നമ്മളിപ്പോൾ ഒരു ചീനവലയുടെ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടാക്കാനാണ്. അതിൻ്റെ തടി വെട്ടാനായിട്ട് വന്നു. തടി എന്ന് പറഞ്ഞാൽ കാട്ടുകമ്പുകൾ. അത് അക്കേഷ്യയുണ്ട്, ഇഴിഞ്ഞിലുണ്ട്, അങ്ങനെ കുറേ ഏതെങ്കിലും കമ്പുകൾ മതി. അതിൻ്റെ ഒരു കമ്പാണിത്. ഇത് നല്ല കറക്റ്റ് പാകത്തിനുള്ള കമ്പാണ് ഇത്. അതിൻ്റെ ഒരു തൂണിനായിട്ടുള്ള ഇത് നമ്മൾ വെട്ടുവാണ്. ഇത്തിരി കമ്പുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെറിയതും വലുതുമായ കമ്പുകൾ ശേഖരിച്ചിട്ട് വേണം നമ്മൾ ആ ചീനവല ഉണ്ടാക്കാൻ തുടങ്ങാൻ. സുഹൃത്തുക്കളെ, നമ്മുടെ ചീനവലയ്ക്കുള്ള കമ്പുകളെല്ലാം വെട്ടിക്കൊണ്ട് വന്നു. കുറച്ച് പുറത്ത് കിടപ്പുണ്ട്, ബാക്കി നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ചീനവല സെറ്റ് ചെയ്യണം. അതാണൊരു ടാസ്ക്. അത്ര വലിയ പാടുള്ള പണിയൊന്നും അല്ല. ഇങ്ങനെ കട്ടറിന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഉരുണ്ട കമ്പായതുകൊണ്ട് പ്രശ്നങ്ങളാണ്. അത് ചെറിയ ഉടക്കൊക്കെ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. നമ്മൾ കാണുമ്പം ചെറിയ ഒരു ചീനവല ഉണ്ടാക്കുന്നു, പക്ഷേ അത് ഇച്ചിരി പ്രോബ്ലങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ഇത് വാങ്ങാൻ കിട്ടുന്നൊന്നും അല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ആക്സിബിൾ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഈ കട്ടർ കൊണ്ട് നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞങ്ങളിപ്പം ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത്ര വലിയ ആക്സിബിളായിട്ട് കണ്ടിച്ചെടുത്താലും സംഭവങ്ങളൊക്കെ നടക്കും. ഇത്രയുടെ താമസം വരുമെന്നേ ഉള്ളൂ. നല്ലതാ. അപ്പം കൈയൊന്നും പോവില്ല. വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ കട്ടറിനൊക്കെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ ഗ്ലൂ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കണ്ണിലൊന്നും പോകരുത്. പിള്ളേരൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിള്ളേരൊക്കെ അടുത്തുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ നടത്താൻ. കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്റ്റിൽ മോഡലും വർക്ക് എക്സ്പീരിയൻസിനായിട്ടും തടിയുടെ ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ ഇത് ഉണ്ടാക്കി കാണിക്കുവാണെങ്കിൽ നല്ല പ്രൈസ് കിട്ടാൻ നല്ലൊരു സാധനമാണ് ഈ ചീനവല എന്ന് പറയുന്ന സാധനം. ചെറിയ ഐറ്റങ്ങളുമാണ്, അധികം കോസ്റ്റൊന്നുമില്ല. നമ്മുടെ പറമ്പിലുള്ള ഈ മരത്തിൻ്റെയും കൊമ്പുകളെയും ഒക്കെ ശേഖരങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു പരിഗണനയും കിട്ടും. നല്ലൊരു സംഭവമാണ്. പാലം പോലെയായി. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ആൾക്കാർ നടന്നു വന്ന് ഈ വലയിലുള്ള മീനെയൊക്കെ കോരിയെടുക്കുന്നത്. ചെറിയ ചെറിയ കോരി കൊണ്ട് കോരിയെടുക്കുന്നത്. അങ്ങനെ 2 തൂണുകൾ വന്നു. അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു റൗണ്ട് തടിയുണ്ട്, കുറച്ചുകൂടെ വണ്ണമുള്ള. അതിനകത്ത് ഒരു കുടുംബ പോലെ ഉണ്ടാക്കി അതിനകത്ത് ഇറക്കിയിട്ട് അതിങ്ങനെ കറങ്ങണം, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങണം.
അതിൻ്റെ പരിപാടിയാണ് നടക്കുന്നത്. ഓരോന്നോരോന്ന് ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പച്ചക്കമ്പായതുകൊണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം നമ്മൾ ചുരണ്ടി കളയണം, അല്ലെങ്കിൽ ഇതെല്ലാം പൊളിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ എല്ലാം പൊളിഞ്ഞ് താഴെ വീഴും. അതെല്ലാം ചുരണ്ടി വൃത്തിയാക്കി നല്ല മിനുസപ്പെടുത്തി എടുക്കുമ്പോൾ ഏതാണ്ട് ഇത് ഇതുപോലെ ഇരിക്കും. അപ്പോൾ ചരട് കെട്ടുന്നത് അതിൻ്റെ ആംഗിൾ ശരിയാക്കാനാണ്. ഈ ലോഡ് മുഴുവനും എത്ര ലോഡ് ഈ വല വന്നാലും ഈ ചരടയിലത് നിൽക്കും, അതിൻ്റെ ലോഡ് പിടിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ചീനവലയുടെ പ്രത്യേകത. ആ ലോഡ് ഇതല്ല നിൽക്കുന്നത്. അത് കുറച്ചുകൂടെ വരുമ്പം കാണിക്കാം. ആ ചരടാലാണ് ഇതിനെ ലോഡ് മുഴുവൻ പിടിക്കുന്നത്. ആധികാരികമായിട്ട് എങ്ങനെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വലിയൊരു ചീനവല എനിക്കുണ്ടാക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റാർ ഹോട്ടലിൽ ഒരു ചീനവല ഓൾറെഡി ഉണ്ടായിരുന്നു. അത് കുറേ നാളായി ദ്രവിച്ചു പോയി. അവിടെ വലിയൊരു ഫംഗ്ഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് ചെയ്ത ആൾക്കാർ ഈ ചീനവല കണ്ട അട്രാക്ഷനായിട്ടാണ് ആ ഹോട്ടലിൽ അത് ആ ഫംഗ്ഷൻ അത് വെച്ചത് തന്നെ. പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വന്നത് കൊച്ചിയിൽ നിന്ന് ആൾക്കാരെയൊക്കെ കൊണ്ടുവരാമെന്ന് വെച്ച് നടന്നില്ല, എത്തിയില്ല. പിന്നെ അത് എന്നെ ഏൽപ്പിക്കുമായിരുന്നു, ഞാനത് ഭംഗിയായിട്ട് നിർവഹിച്ചു. അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് ഇതിൻ്റെ ആംഗിളും കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാനുള്ള സാധിച്ചത്. ഇതെല്ലാം ഇങ്ങനെ കെട്ടി വരാൻ കുറേ സമയം എടുക്കും. ഇത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുവാണോ? നല്ലൊരു പാട്ട് പാടി തരുവാണ്, നല്ലൊരു പാട്ടോ ലൈവ് സോങ്ങോ പാടി തരുവാണെങ്കിൽ നിനക്ക് ഇത് തന്നേക്കാം. പക്ഷെങ്കിൽ നല്ല ആൾക്കാർ നല്ല സപ്പോർട്ട് ചെയ്യണം. നല്ല പാട്ടാണെങ്കിൽ കേട്ടോ. പാടിക്കൂ. കെട്ടി വരുന്ന സമയമുണ്ട്. ഇതിങ്ങനെ കെട്ടി വെക്കേണ്ട നല്ല പണിയാണ്. അതുപോലെ പാടിക്കൂ, നമുക്ക് പാട്ട് കേൾക്കാം. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, രാജീവ നയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, രാജീവ നയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, രാധേ ഉറക്കമായോ. നിന്റെ കണ്ണീരൊരു കാളന്തിയായത് ഇന്നും അറിഞ്ഞില്ല ദേവൻ, നിന്റെ കണ്ണീരൊരു കാളന്തിയായത് ഇന്നും അറിഞ്ഞില്ല ദേവൻ, നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതും തെല്ലുമറിഞ്ഞില്ല കണ്ണൻ, നിന്റെ ചിലങ്കകൾ മൂകമായി തീർന്നതും തെല്ലുമറിഞ്ഞില്ല കണ്ണൻ. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ, രാജീവ നയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ
ഉറക്കമായൂ രാധേ ഉറക്കമായൂ ഈ നിശാവേളയിൽ നിന്റെ നിനവൊരു വേണുഗാനത്തിലലിഞ്ഞോ ഈ നിശാവേളയിൽ നിന്റെ നിനവൊരു വേണുഗാനത്തിലലിഞ്ഞോ ഈ ശാന്ത നിദ്രയിൽ നിന്റെ കിനാവുകൾ ദ്വാരക തേടി പറന്നു ഈ ശാന്ത നിദ്രയിൽ നിന്റെ കിനാവുകൾ ദ്വാരക തേടി പറന്നു ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ രാജീവ നയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ രാധേ ഉറക്കമായോ രാധേ ഉറക്കമായോ. ഈ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ പാട്ട് വേണമെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതി. ഇതാ നമ്മുടെ ചീനവല റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഫിഷ് ടാങ്കാണ്. ആ ഫിഷ് ടാങ്കിൽ ഇറക്കി വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു മനസ്സിൽ. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കാരണം അത് നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായപ്രകാരം അടുത്ത വീഡിയോയ്ക്ക് ചെയ്യുന്നതായിരിക്കും. അത് മീനുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിനെ പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു. ലെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.